വാർത്തകളിലേക്ക്. തൃശൂർ കൊടുങ്ങല്ലൂർ ഇടവിലങ്ങ് സ്വദേശി റാഷിദ് സുലൈമാൻ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം വൈറലാണ്. കൊടുമൺ പോറ്റിയെയും ആടുജീവിതത്തിലെ നജീബിനെയുമെല്ലാം വീടിന്റെ ചുമരിൽ യുവചിത്രകാരൻ പകർത്തിയപ്പോൾ സമൂഹ മാധ്യമം വഴി അത് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ആ വൈറൽ ചിത്രകാരനെ കുറിച്ചാണ് ഇനി. മണിയന് തൊട്ടു മുൻപ് ആവേശത്തിലെ അമ്പാനായിരുന്നു ഈ ചുവരിൽ. അതിനു മുൻപ് രംഗണ്ണൻ, ആടുജീവിതത്തിലെ നജീബ്, ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പൊറ്റി, മലൈക്കോട്ടെ വാലിബൻ, അങ്ങനെ പ്രേക്ഷകരുടെ മനം കവർന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ചുവരിൽ വന്നുപോയി. ആരെയും അമ്പരിപ്പിക്കുന്നതാണ് ഓരോ വരകളും. ഒറ്റനോട്ടത്തിൽ ക്യാമറയിൽ പകർത്തിയ കഥാപാത്രങ്ങളുടെ ഫോട്ടോയാണോ എന്ന് തോന്നിപ്പോകും. വരയ്ക്കുന്നതെല്ലാം ഇൻസ്റ്റഗ്രാമിൽ റാഷിദ് റീലുകളായി പോസ്റ്റ് ചെയ്യും. ഓരോ റീലും കാണുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഈ ചുവര് ഞാൻ സ്പെഷ്യലായിട്ട് ഈ ഒരു ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് എനിക്ക് പോർട്രേറ്റുകൾ വരയ്ക്കാന്നുള്ള ഏറ്റവും വലിയ ഇഷ്ടമാണ്. ഞാനിത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വാളായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് പേരെ ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വഴി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചുറ്റുമുള്ള ആർട്ടും നമ്മുടെ നേച്ചറും നമ്മുടെ പോർട്രേറ്റും നമ്മുടെ ആളുകളും എല്ലാമാണ് എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. മണിയൻ മാറി പുതിയ കഥാപാത്രം ചുവരിലേക്ക് ഉടനെത്തും. അജയന്റെ രണ്ടാം മോഷണത്തിലെ തന്നെ സുരഭി ലക്ഷ്മി മനോഹരമാക്കിയ മാണിക്യമാണ് ഇനി ചുവരിലെത്തുക. പുതിയ ചിത്രത്തിനായുള്ള വരവിനായി കാത്തിരിക്കുകയാണ് മണിയൻ. ഇനിയും ഒരുപാട് മനോഹരമായ ചിത്രങ്ങൾ വരാനുള്ള വാളിന് മുൻപിൽ നിന്നും ബേസിൽ ജോർജിനൊപ്പം കെ അഖിൽ, മീഡിയ 1 തൃശൂർ.